മാസപ്പിറവി കാണാൻ കാത്തുനിൽക്കാതെ റംസാൻ വ്രതാരംഭം പ്രഖ്യാപിക്കുന്നതിൽ പുതുമയില്ലെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം. ചാന്ദ്രദർശനം അസാധ്യമായ സാഹചര്യങ്ങളിൽ ജ്യോതിശാസ്ത്ര കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കുകയെന്ന് മതകാര്യ മന്ത്രാലയത്തിലെ ജ്യോതിശാസ്ത്ര വിഭാഗം ഡയറക്ടർ വ്യക്തമാക്കി. രാജ്യത്ത് റമദാൻ വ്രതം ഫെബ്രുവരി 19 വ്യാഴാഴ്ച ആരംഭിക്കുമെന്ന് ഒമാൻ മതകാര്യ മന്ത്രാലയം കഴിഞ്ഞ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യത്തിൽ അസ്വാഭാവികതയില്ലെന്നും ചാന്ദ്രദർശനം അസാധ്യമായ സാഹചര്യങ്ങളിൽ ജ്യോതിശാസ്ത്രത്തെ ആശ്രയിച്ച് മുൻകൂട്ടി തീരുമാനം എടുക്കാമെന്നുമാണ് മതകാര്യ മന്ത്രാലയത്തിലെ ജ്യോതിശാസ്ത്ര വിഭാഗം ഡയറക്ടർ യൂസഫ് ബിൻ ഹമദ് അൽ റഹബിയുടെ വിശദീകരണം. ചന്ദ്രമാസങ്ങളുടെ ആരംഭം കൃത്യമായി നിർണ്ണയിക്കാൻ വിശ്വസനീയവും ശാസ്ത്രീയവുമായ അടിസ്ഥാനം ജ്യോതിശാസ്ത്രമാണ്. ഇതിലൂടെ മതപരമായ ആചാരങ്ങളിൽ വ്യക്തതയും കൃത്യതയും ഉറപ്പാക്കാൻ കഴിയുമെന്നും അദ്ദേഹം ഒമാനിലെ സർക്കാർ മാധ്യമത്തിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വിശദീകരിച്ചു. ജ്യോതിശാസ്ത്ര കണക്കുകൾ ജ്യോതിഷമല്ല. ഇക്കാര്യത്തിൽ ഒമാന്റെ നയത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ചന്ദ്രദർശനത്തിന് സാധ്യതയുള്ള മാസങ്ങളിൽ പതിവ് പോലെ നിരീക്ഷണം നടത്തി സമിതികൾ യോഗം ചേർന്ന് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തും. ദർശനം അസാധ്യമാണെന്ന് മുൻകൂട്ടി വ്യക്തമായാൽ മാത്രമാണ് മാസാരംഭം നേരത്തെ പ്രഖ്യാപിക്കുന്നത്. ഈ രീതി റമദാൻ ഉൾപ്പെടെ എല്ലാ ഹിജ്റ മാസങ്ങൾക്കും ബാധകമാണ്. കഴിഞ്ഞ 13 വർഷമായി ഇതേ രീതിയാണ് പിന്തുടരുന്നതെന്നും മുമ്പ് ഹിജ്റ വർഷം 1434 ഷഹബാൻ 29 മുമ്പ് തന്നെ ദർശനം അസാധ്യമാണെന്ന് അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വർദ്ധിച്ചതിനാലാണ് വിഷയം കൂടുതൽ ശ്രദ്ധയിൽപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.